ഇന്ന് ഇവിടെ ചപ്പാത്തിയാണ് രാവിലെ. പണ്ട് 2 കൈ കൊണ്ട് വരുത്താൻ ബുദ്ധിമുട്ടിക്കൊണ്ട് ഞാൻ ചപ്പാത്തിയൊക്കെ ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ഒറ്റ കൈ കൊണ്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. വലിയ ഷേപ്പും ഭംഗിയൊന്നും ഉണ്ടാവില്ല, എന്നാലും കഴിക്കാം. മോൾക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്, അതാ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി. ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി മുളകും കാശ്മീരി മുളകൊക്കെ നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. കാശ്മീരി മുളകിൽ 2-3 മുളകൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ചെറുതായി ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളേ, എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷം. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. ഒരാഴ്ചയായിട്ട് നല്ല വെയിലുണ്ട് പുറത്ത്. സമ്മറാണെങ്കിലും അങ്ങനെ എന്നും വെയിലൊന്നും ഉണ്ടാകത്തില്ല, ഇടയ്ക്ക് മഴയും ഇരുണ്ട കാലാവസ്ഥയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരാഴ്ചയായിട്ട് നല്ല വെയിലുള്ളതുകൊണ്ട് കുറേ തുണിയൊക്കെ അലക്കി വിരിച്ച് പോയിട്ടുണ്ട് കേട്ടോ അഴയിൽ. ഇതിനകത്ത് ഞാൻ കുറച്ച് ചീര പാകിയതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ച കളറിലെ ചീര പാകിയതാണ്. പക്ഷേ അതിനകത്ത് ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ നടാത്ത കുറേ സാധനങ്ങളൊക്കെ തന്നെ മുളച്ച് വന്നേക്കും കേട്ടോ. അങ്ങനെ ഇപ്പുറത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ട്, കുറച്ച് ബീട്രൂട്ടൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ചെറുതായിട്ട് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൈഡിൽ കുറച്ച് വെളുത്തുള്ളിയാണ്, അത് കഴിഞ്ഞ വർഷം നട്ടതാണ്, പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് എൻ്റെ ബാക്ക് യാർഡാണ് കേട്ടോ. അധികം സ്ഥലമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഈ മതിലിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു സ്കൂളാണ്, അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു മലയും റിവറും ഒക്കെ ആട്ടോ. കുഞ്ഞിനെ കുറച്ച് നേരം തൊട്ടിൽ കിടത്തി വയസ്സ് നോക്കിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അധികം നേരം കിടക്കുകയൊന്നുമില്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കരച്ചിൽ തുടങ്ങും. എന്തായാലും പെട്ടെന്ന് തന്നെ കഞ്ഞിക്കിടാമെന്ന് വിചാരിച്ച് ഞാൻ കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് കിട്ടും. എന്നിട്ട് ഞാൻ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാറാണ് പതിവ്. അന്നേരം ഉച്ചയാകുമ്പോഴത്തേക്കും കഴിക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ വാർത്താനിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് കഴിയും. അങ്ങനെയാട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ കറിക്ക് ശനി ഞായറും ഉള്ളപ്പോൾ ചേട്ടനുള്ള സമയത്ത് കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഫ്രീസറിൽ വെക്കുവേ. ഇപ്പം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അരിഞ്ഞു വെച്ച കോളിഫ്ലവർ കുറച്ച് ഫ്രീസറിൽ ഇരിപ്പുണ്ട്. നമുക്കതെടുത്ത് കുറച്ച് മസാലയൊക്കെ ഇട്ടൊരു കറി വെക്കാതെ. രാവിലെ 9 മണിക്ക് വെക്കാൻ തുടങ്ങിയ കറിയാണ് കേട്ടോ. 1 മണിയായപ്പോഴാണ് കറി റെഡി ആയത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുച്ചിനങ്ങോട്ടും പല പല പണിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ സ്വിമ്മിംഗ് പൂളാണേ. അവൾക്ക് കുറുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ കുളിച്ച് നല്ല ഉറക്കമായേ.